സിറിയയിൽ വിപ്ലവം നയിച്ച സ്വേച്ഛാധിപതി ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച ഇസ്ലാമിക വിഭാഗത്തെ യുകെയുടെ തീവ്രവാദി പട്ടികയിൽ നിന്നും നീക്കിയേക്കും. യുകെ മന്ത്രിമാർക്ക് സിറിയൻ വിമത നേതാക്കളുമായി ചർച്ച നടത്താനാണ് ഈ വഴിയൊരുക്കൽ. ബാഷർ അൽ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പ്രധാനമായും മുന്നിൽ നിന്ന് ഹയാത്ത് താഹിർ അൽ ഷാം ഗ്രൂപ്പിന്റെ വിലക്ക് നീക്കാനാണ് ഹോം ഓഫീസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഗ്രൂപ്പുമായും നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനിയുമായും സംസാരിക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും സാധിക്കും. 2017 ഭീകര സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടവരാണ് HDS. അൽ ഖ്വയ്ദയുടെ പങ്കാളി എന്നാണ് ഹോം ഓഫീസ് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒസാമ ബിൻ ലാദന്റെ തീവ്രവാദ സംഘടനയുമായുള്ള ഗ്രൂപ്പിന്റെ ബന്ധത്തിൽ മാറ്റമുണ്ട് എന്ന് ഹോം ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇരു ഗ്രൂപ്പുകളും പരസ്പരം പിരിഞ്ഞുവെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. സിറിയയിലെ സ്ഥിതി ചലനാത്മകമാണ്. സിറിയൻ പൗരന്മാരുടെ സുരക്ഷിതത്വമാണ് പ്രധാനം. കൂടാതെ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിഷ്കാരങ്ങൾ രൂപമെടുക്കണമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. വിപ്ലവം നയിക്കുന്ന ഗ്രൂപ്പായി HDS മാറിയതോടെ തീവ്രവാദ പട്ടികയിൽ നിന്നും നീക്കണമെന്ന് മുൻ MI6 മേധാവി ജോൺ സാവേഴ്സും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.